ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന ആദ്യ പ്രതിയാണ് മുരാരി ബാബു. എസ് വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, സ്വാഭാവിക ജാമ്യമാണ്. ഏറ്റവും ആദ്യം ജാമ്യം കിട്ടുന്നു എന്നത് ഒരു സൂചന കൂടിയാണ്. ഇനിയും കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ മറ്റുള്ളവരും സമാനമായ രീതിയിൽ പുറത്തേക്ക് പോകും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ശ്രീജ, ഈ സ്വർണ്ണക്കടത്ത് കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിന് ജാമ്യം ഇന്ന് ലഭ്യമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ ജാമ്യ ഹർജിയിന്മേലുള്ള വാദം പൂർത്തിയായിരുന്നു. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുറ്റപത്രം സമർപ്പിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കുറ്റപത്രം സമർപ്പിക്കാത്തത് കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രതികൾ ഈ മുരാരി ബാബു അറസ്റ്റിലായിട്ട് 90 ദിവസം പിന്നിടുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിൻ്റെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദിക്കുകയും ചെയ്തിരുന്നു. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ കേസിൽ ആദ്യം പുറത്തിറങ്ങുന്ന പ്രതി കൂടിയാണ് മുരാരി ബാബു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഈ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചത്. ദ്വാരപാലക കേസിലായിരുന്നു ജാമ്യം അനുവദിച്ചത്. പക്ഷേ കട്ടളപ്പാലം കേസിൽ റിമാൻഡ് കാലാവധി തുടരുന്നതിനാൽ ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുകയാണ്. ഈ മുരാരി ബാബുവിനെ സംബന്ധിച്ച് അറസ്റ്റിലായിട്ട് 90 ദിവസം പിന്നിട്ടതുകൊണ്ട്, രണ്ട് കേസിലും 90 ദിവസം പിന്നിട്ടതുകൊണ്ട് ജാമ്യം അനുവദിച്ചു എന്നുള്ളതാണ്. എന്തായാലും അടുത്ത ദിവസം തന്നെ ജയിൽ മോചിതനാകും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. നമുക്കറിയാം, തന്ത്രി ഈ കേസിൽ മറ്റൊരു പ്രതിയാണ് തന്ത്രിയുടെ റിമാൻഡ് കാലാവധി തീർന്നിരുന്നു. ഇന്ന് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് വീണ്ടും തന്ത്രിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തന്ത്രി ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. വരുന്ന ഈ മാസം തന്നെ 28-ാം തീയതിയിലാകും തന്ത്രിയുടെ ജാമ്യം കോടതി പരിഗണിക്കുക. കഴിഞ്ഞ ദിവസം തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങിയ SIT വിശദമായി ചോദ്യം ചെയ്തിരുന്നു. നിർണായക വിവരങ്ങൾ SITക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജ, ശരി, വിനീഷാണ് വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.